അവയവദാനത്തിനായി വ്യാജരേഖകൾ സൃഷ്ടിച്ച കേസിൽ മുഖ്യപ്രതി നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി 6 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തൽ. എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടത്തിയ അന്വേഷണത്തിൽ 25 പേർ അവയവദാനം നടത്തിയതായി കണ്ടെത്തി. നജീബിനെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. അവയവ കൈമാറ്റത്തിന് സഹായം ചെയ്തതായി സംശയിക്കുന്ന ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മുഖ്യപ്രതി നജീബിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് അവയവദാനത്തിന് വ്യാജരേഖകൾ ഉപയോഗിച്ചതിന്റെ വിശദവിവരങ്ങൾ ലഭിച്ചത്. നജീബിന്റെ ഡയറിയും പോലീസ് പിടിച്ചെടുത്തു. ഇതിൽ സുപ്രധാന വിവരങ്ങളുണ്ട്. അവയവ കൈമാറ്റത്തിന് സഹായം ചെയ്തതായി സംശയിക്കുന്ന ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെടുത്ത എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്ത് അതിലേതൊക്കെ ഫോർജറി ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കിയതിനു ശേഷം അത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ അതോറിറ്റീസിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്, ഏതൊക്കെ തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നത്. ദാതാക്കൾക്ക് 5 മുതൽ 10 ലക്ഷം രൂപ വരെ നൽകിയാണ് അവയവദാനം നടത്തിയത്. സ്വീകർത്താക്കളിൽ നിന്ന് ഈടാക്കിയത് 50 ലക്ഷത്തോളം രൂപ. മുഖ്യപ്രതി നജീബിന്റെ അക്കൗണ്ടുകൾ വഴി 6 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നതായി സൂചനയുണ്ട്. നജീബിനെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. കാസർഗോഡ് സ്വദേശിയായ നജീബ് കൊലപാതക കേസടക്കം 12 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ 1 കൊച്ചി.